ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ അങ്ങനെ വളരെ വളരെ ട്വിസ്റ്റുകളും സസ്പെൻസുകളും ഒക്കെ നടക്കുകയാണ്. ഇപ്പോൾ നോമിനേഷൻ നടക്കുകയാണ്. അപ്പോൾ പവർ റൂമിലുള്ള കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള 5 പേര് ചേർന്നിട്ടാണ് ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യേണ്ടത്. അതിനകത്ത് ക്യാപ്റ്റൻ റോളില്ല. ക്യാപ്റ്റനാണ് പവർ റൂമിലേക്കുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പവർ റൂമിലുള്ള ആൾക്കാർക്ക് ഒരാളെ നോമിനേഷനിൽ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം, ഒരേ ഒരാളെ. അങ്ങനെ പവർ റൂമിലുള്ള ആരൊക്കെയാണ്? നമ്മുടെ ഗബ്രി, നിഷാന, യമുന, ജാൻമണി, അതുപോലെ ശ്രീരേഖ. ഈ 5 പേരും ചേർന്ന് തെരഞ്ഞെടുത്ത പേര് നമ്മുടെ റോക്കിയുടെ പേരാണ്. അതിൽ നമ്മുടെ ഗബ്രിക്ക് രാവിലെ റോക്കിയുമായിട്ടൊരു ഫൈറ്റ് നടന്നതിൻ്റെ ഒരു ദേഷ്യമായിരുന്നു. ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്തു. മാറി നിൽക്കാൻ പറഞ്ഞതിന് തന്നോട് തട്ടിക്കയറി മൂക്കാമണ്ട അടിച്ച് പൊട്ടിക്കുന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചതാണ്. ആ സമയം തൊട്ട് ഗബ്രി കട്ടക്കലിപ്പിലാണ് റോക്കിയുടെ അടുത്ത്. സോ ഗബ്രി ആ പേരെടുക്കാൻ റീസൺ അതാണ്. മറ്റുള്ളവർ യമുനയും അതുപോലെ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസും പറഞ്ഞത് ഈ നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് തോന്നുന്നു. ആര്? നമ്മുടെ റോക്കി ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് തോന്നുന്നു, അതുകൊണ്ട് റോക്കിയുടെ പേരെടുത്തു എന്നാണ്. എന്തായാലും ഇവിടെ നൈസായിട്ട് സക്സസ് ആയത് ഗബ്രിയുടെ ഒരു പ്ലാനാണ്. രാവിലത്തെ കലിപ്പ് നോമിനേറ്റ് ചെയ്തുകൊണ്ട് തീർക്കാനായിട്ട് ഗബ്രിക്ക് സാധിച്ചു. അങ്ങനെ പവർ റൂമിലുള്ള ആൾക്കാരുടെ ഡയറക്റ്റ് നോമിനേഷൻ കാരണം ഒരാൾ, അതായത് റോക്കി, നോമിനേഷനിലേക്ക് എത്തിയിരിക്കുക.